അടുത്ത നമ്മൾ സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് തന്നെയാണ് നോക്കാൻ പോകുന്നത്. പക്ഷെ നമ്മൾ നോക്കാൻ പോകുന്നത് 3 വേരിയബിളിൽ ഉള്ള 3 ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി 2 വേരിയബിളിലുള്ള 2 ഇക്വേഷൻ വെച്ചിട്ടുള്ളത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായിരുന്നു 3 വേരിയബിളും 3 ഇക്വേഷനും. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്കൊരു ക്വസ്റ്റ്യനിലൂടെ തന്നെ പഠിക്കാം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അപ്പോൾ ക്വസ്റ്റ്യൻ വരുന്നത് solve the following system of equations using matrix method. അപ്പോൾ മാട്രിക്സ് മെത്തേഡ് വെച്ചിട്ടുള്ള സൊല്യൂഷൻ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എഴുതിയെടുത്തോ. ഇക്വേഷൻ വരുന്നത് x plus 2y plus 3z equal to 14. അതുപോലെ x minus 2y plus z equal to 0. Similarly, third equation 2x plus 3y minus z equal to 5. ഈ 3 ഇക്വേഷൻ ആണ്. അപ്പോൾ ഇവിടെ നോക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് 3 ഇക്വേഷൻ 3 വേരിയബിൾ എന്ന് പറയുന്നത് മനസ്സിലായത്? നമ്മുടെ കയ്യിൽ 3 ഇക്വേഷൻ ഉണ്ട്, പിന്നെ 3 വേരിയബിൾസ്. ഏതൊക്കെയാണ് 3 വേരിയബിൾസ്? എക്സ്, വൈ, സെഡ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം ഇതിൽ എക്സിനും വൈക്കും സെഡിനും വേണ്ടി സോൾവ് ചെയ്യലാണ്. ഇതിന് സാധാ നമ്മൾ ചെയ്തിരുന്ന മെത്തേഡ് ഉണ്ട് ബേസിക് ക്ലാസ്സുകളിൽ. അപ്പോൾ അതിന് പകരം നമ്മൾ മെട്രിക്സ് മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് സ്ഥലം കുറച്ച് അധികം ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നോണം ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ എന്തായിട്ട് എഴുതും? ഒരു മെട്രിക്സ് രൂപത്തിൽ എഴുതും. അതായത് സിസ്റ്റം ഓഫ് ഇക്വേഷൻ നമ്മൾ എന്തായിട്ട് എഴുതും? മെട്രിക്സ് രൂപത്തിൽ എഴുതും. അപ്പോൾ മെട്രിക്സ് എഴുതുമ്പോൾ എങ്ങനെ വരും? ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2/2ന്റെ കേസിൽ ചെയ്ത മാതിരി തന്നെ എക്സിന്റെ കോഎഫിഷ്യൻസ് നോക്കുക. അവിടെ കോഎഫിഷ്യന്റ് 1 ആയിരിക്കും ആണോ? അപ്പോൾ ഇവിടെ ഒരു 1 ഉണ്ടാവും, പിന്നെ 2, 3. വൈയുടെ കോഎഫിഷ്യന്റ് 2, സെഡിന്റെ കോഎഫിഷ്യന്റ് 3. ഫസ്റ്റ് റോ എന്ത് വരും? 1, 2, 3. ഓക്കെ, അതേമാതിരി സിമിലർലി ഇവിടെ ആരുണ്ട്? 1 ഉണ്ട്, -2, 1. അപ്പോൾ 1, -2, 1. പിന്നെ 2, 3, -1. അപ്പോൾ 2, 3, -1 ഇൻറ്റു ആ വേരിയബിളിന്റെ മെട്രിക്സ് ആണോ? വേരിയബിൾ ഏതൊക്കെയാണ്? എക്സ്, വൈ, സെഡ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും? അപ്പോൾ ഏത് കിട്ടും? നമുക്ക് ഈക്വൽ ടുവിൻ്റെ അപ്പുറത്ത് കിടക്കുന്ന ആരൊക്കെ? 14, 0, 5. ഓക്കെ ആണോ? അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത ഈ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് എന്താണ്? ഗിവൺ സിസ്റ്റത്തിനെ മെട്രിക്സ് രൂപത്തിൽ റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 2/2 ചെയ്ത മാതിരി തന്നെ. സപ്പോസ് ഇത് നമ്മുടെ എ മെട്രിക്സ് ആയിട്ടും ഇത് നമ്മുടെ എക്സ് മെട്രിക്സും ഇത് ബി മെട്രിക്സും ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് സൊല്യൂഷൻ കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു? എക്സ് എന്ന് പറയുന്നത് എന്താണ്? എ ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. അപ്പോൾ ഇതിൽ ഇനി ആരെ കണ്ടുപിടിച്ചാൽ മതി? എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ ഉണ്ട്. ഈ 3/3 മെട്രിക്സ് ആണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പം ഇനി ഇതിൻ്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇനി ഇൻവേഴ്സ് കണ്ടുപിടിക്കാനും നമ്മുടെ കയ്യിൽ ഒരു ഫോർമുല ഉണ്ട്. എന്തായിരുന്നു? എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജോയിന്റ് ഓഫ് എ ആണോ? അഡ്ജോയിന്റ് ഓഫ് എ ബൈ ഡിറ്റർമിനന്റ് എ എന്നാണ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പം നമുക്ക് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം, എന്നിട്ട് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്ന് പറയുന്ന ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതാണ് ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്ക്. അപ്പോൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം എന്ത് വേണം? അഡ്ജോയിന്റ് വേണം. അഡ്ജോയിന്റിന് വേണ്ടി മൈനറും കോഫാക്ടറും ഒക്കെ വേണം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് ഒന്ന് കണ്ടുനോക്കുക. ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ കാണുമ്പോൾ എന്ത് വരും? തന്നെ നോക്കാം. ഡിറ്റർമിനന്റ് ഓഫ് കളർ മാറ്റുന്നുണ്ടേ.
ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഇൻറ്റു ബ്രാക്കറ്റിൽ ആര് വരും. ഡിറ്റർമിനന്റ് കാണാനുള്ള വീഡിയോസ് ഒക്കെ പ്ലേലിസ്റ്റിൽ കാണുന്നുണ്ട്, കിടക്കുന്നുണ്ട്. അത് അറിയാത്തവർ ഡിറ്റർമിനന്റ് കാണാൻ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ, അതേമാതിരി ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിന്റ്, കോഫാക്ടർ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇതൊക്കെ വരിക. അപ്പോൾ ഇത് സിമ്പിളാണ്, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ വീഡിയോസ് ഒക്കെ നമ്മുടെ പ്ലേലിസ്റ്റിൽ തന്നെ കിടക്കുന്നുണ്ട്, പോവാ കാണുക എന്നിട്ട് വരിക. ഓക്കെ, അപ്പോൾ ആര് വരും? 2 - 3 എന്ന് വരും. ഓക്കെ, -2 ഇൻറ്റു ആര് വരും? -1 -2 എന്ന് വരും. ഓക്കെ, പിന്നെ +3 ഇൻറ്റു ആര് വരും? 3 + 4 എന്ന് വരും. ക്ലിയർ ആണോ? അപ്പോൾ എന്ത് വരും? 2 - 3 -1 വരും. പിന്നെ -3 എന്നാവും ഇത്. -1 -2 -3 ഇൻറ്റു -2 എന്ന് പറയുന്നത് +6 ആവും. പിന്നെ ആരുണ്ടാവും? +3 ഇൻറ്റു 7 വരും. ആണോ? അപ്പോൾ 3 ഇൻറ്റു 4 + 3 7, 3 ഇൻറ്റു 7 വരും. അപ്പോൾ 21 വരും. അപ്പോൾ 27 -1 എന്ന് വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 26. ഇത് 0 അല്ലല്ലോ, അപ്പോൾ ഇവിടെ എന്ത് ഉണ്ടാവും? നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഈ സ്ക്വയർ മാട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കിനി ആ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാണണം? മൈനർ കാണണം, കോഫാക്ടറും കാണണം. അപ്പോൾ നമുക്ക് ആദ്യം മൈനർ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം? M11, M12, M13, M21, M22, M23, M31, M32, M33. ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. M11 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? A11 ആയിട്ടുള്ള ആ എലമെന്റ് ഒഴിവാക്കുക. ആ എലമെന്റ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ആ റോയും കോളം ഒഴിവാക്കി ബാക്കിയുള്ളത് എൻ്റെ ഡിറ്റർമിനന്റ്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ആര് വരും? ഡിറ്റർമിനന്റ് ഓഫ് -2 1 3 -1 എന്ന് വരും. ഓക്കെ, M12 എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമിലർലി ആര് വരും? 1 2 എന്ന് പറയുന്ന എലമെന്റുള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 1 2 -1. ഓക്കെ, 1 1 2 -1. M13 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 -2 2 3 എന്ന് വരും. ഓക്കെ, M21 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? ഈ റോയും 2 3 3 -1 എന്ന് വരും. ഓക്കെ, 2 3 3 -1 എന്ന് വരും. ഓക്കെ, M22 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? 1 3 2 -1 1 3 2 -1. ഓക്കെ, ഇത് 2 ആണ്. പിന്നെ M23 എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് വരും? M23 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 2 2 3 എന്ന് വരും. ഓക്കെ, 1 2 2 3 എന്ന് വരും. ഇനി M31 ആര് വരും? 2 3 -2 1 2 3 -2 1 എന്ന് വരും. M32 ആര് വരും? 3 2 ഉള്ള റോയും കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ 1 3 1 1 എന്ന് വരും. 1 3 1 1 എന്ന് വരും. M33 ആര് വരും? ഫൈനലി M33 എന്ന് പറയുന്നത് ആര് വരും? 1 2 1 -2. ഓക്കെ, 1 2 1 -2. ഓക്കെ, ഇവയെ നമുക്കിത് കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും? -2 ഇൻറ്റു -1 2 2 -3 എന്ത് വരും? -1. ഇവിടെ ആര് വരും? -1 -2 എന്ന് വരും. അപ്പോൾ -3 3 -4 എന്ന് വരും. അപ്പോൾ 3 + 4 ആവും, 7 ആവും. ഓക്കെ, ഇതാരാവും? -2 -9. അപ്പോൾ -11 ആവും. ഓക്കെ, അടുത്തത് ആര് വരും? -1 -6. അപ്പോൾ -7. അടുത്തത് 3 -4 -1. അടുത്തത് എന്ത് വരും? 2 + 6 എന്നാവും, 8 ആവും. എന്താവും? 1 -3 -2 ആവും. -2 -2 എന്നാവും. അപ്പോൾ -4 ആവും. ഓക്കെ, ഇനി C11 കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിച്ചൂടെ? നമ്മൾ കണ്ടുപിടിക്കുകയാണ്. C11 എന്ന് പറയുന്നത് ആര് വരും? ഇത് തന്നെ, സൈന് മാറൂല, കാരണം ഈവൺ പവർ ആണല്ലോ. C12 എന്ത് വരും? സൈന് മാറും. -3 ഉള്ളത് +3 ആവും. C13 സൈൻ മാറൂല, സെയിം തന്നെ. C21 സൈൻ മാറും. 11 ആയി. ഇനി ആരൊക്കെ വരും?
C22 എന്ന് പറയുന്ന ആര് വരും? സൈൻ മാറൂല, -7 തന്നെ. C23 സൈൻ മാറും, 1 ആവും. C31 സൈൻ മാറൂല, അപ്പോൾ 8 തന്നെ. C32 സൈൻ മാറും, 2 ആവും. C33 സൈൻ മാറൂല, -4 തന്നെ. അപ്പോൾ നമുക്ക് എന്തെഴുതാൻ പറ്റും? കോഫാക്ടർ മെട്രിക്സ് എഴുതിക്കൂടെ? അപ്പോൾ നമുക്കത് എഴുതാം കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ എഴുതാൻ പോകുന്നത് ആരെയാണ്? കോഫാക്ടർ മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സ് ഓഫ് എ എന്ത് വരും നോക്കാം. അപ്പോൾ അത് വരാൻ പോകുന്നത് ഇങ്ങനെ 3/3 മെട്രിക്സ് ആണ്. -1 3 7 ഈ കോഫാക്ടേഴ്സിനെ നിരത്തി എഴുതിയത്. ഞാൻ 11 -7 1 8 2 -4. നമുക്ക് ഇനി അഡ്ജോയിന്റ് ഓഫ് എ എഴുതാം. അഡ്ജോയിന്റ് ഓഫ് എ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ ആര് വരും? -1 11 8. കോളുള്ളത് റോ ആക്കി എഴുതുക, തന്നെയാണ് ട്രാൻസ്പോസ്. 3 -7 2 7 1 4. ഇതുവരെ ഓക്കെ ആണെന്ന് കരുതുന്നു. ഓക്കെ ആണോ? 7 1 -4 ആണേ. അപ്പോൾ സൈനൊന്നും മാറിയിട്ടില്ലല്ലോ. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. എവിടെയെങ്കിലും ഒരോടത്ത് തെറ്റിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ തെറ്റുവേ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 3 -7 2 7 1 -4. ഓക്കെ, ബാക്കി കറക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് എ ഇൻവേഴ്സ് കാണാം. എ ഇൻവേഴ്സ് കാണാൻ നമ്മുടെ കയ്യിൽ ഇക്വേഷൻ ഉണ്ടല്ലോ. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജ് എ ബൈ ഡിറ്റർമിനന്റ് എ. അപ്പോൾ എ ഇൻവേഴ്സ് എന്ത് വരും? അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്ത് വരും? അഡ്ജ് എ നമ്മുടെ കയ്യിലുണ്ട് ബൈ ഡിറ്റർമിനന്റ് എ. ഡിറ്റർമിനന്റ് എ 26 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. 1/26 ഇൻറ്റു എന്തെഴുതാൻ പറ്റും? -1 11 8 3 -7 2 7 1 -4. ഇതുവരെ ക്ലിയർ ആണോ? ഇനി അപ്പോൾ നമുക്ക് എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞു. എ ഇൻവേഴ്സ് കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ആര്? എ ഇൻവേഴ്സ്. ഓക്കെ ആണോ? അപ്പോൾ ഈ എ ഇൻവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇനി എന്തെഴുതാം? നമുക്ക് എക്സ് കണ്ടുപിടിച്ചൂടെ? നമുക്കിനി ഇത് സോൾവ് ചെയ്യാം. x ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി എന്നാണ്. എ ഇൻവേഴ്സ് എന്താണ്? 1/26 ഇൻറ്റു ഏത് മെട്രിക്സ്? -1 11 8 3 -7 2 7 1 -4 ഇൻറ്റു ബി എന്ന് പറയുന്ന മെട്രിക്സ് ആരായിരുന്നു? അവിടെ ഒരു 3/1 മെട്രിക്സ് ഉണ്ട്. 14 0 5 ആണോ? അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആരായിരുന്നു? എക്സ് വൈ സെഡ്. ഓക്കെ ആണോ? അപ്പോൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഏത് മെട്രിക്സ് ആയിരിക്കും കിട്ടുക? അവിടെ നോക്കി നോക്ക്. ഇതൊരു 3/3 മെട്രിക്സ് ആണ്. ഇതൊരു 3/1 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ആരായിരിക്കും? ഒരു 3/1 മെട്രിക്സ് ആയിരിക്കും ആണോ? അപ്പോൾ ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്തായാലും ഈ ഒരു രൂപത്തിലായിരിക്കും. ഇവിടെ ഒരു 1/26 ഉണ്ടാവും. പിന്നെ ആരുണ്ടാവും? ഈ ഒരു രൂപത്തിലായിരിക്കും. 3 എലമെന്റ് ഉണ്ടാവും. ഇവിടെ ഒരു എലമെന്റ്, ഇവിടെ ഒരു എലമെന്റ്, ഇവിടെ ഒരു എലമെന്റ്. ഈ രൂപത്തിലായിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ എന്ത് വരും? -1 ഇൻറ്റു 14. അപ്പോൾ ഞാൻ അവിടെ സൈഡിൽ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്ക് മായ്ച്ചു കളയാം. -14 പ്ലസ് 8 ഇൻറ്റു 5 എന്ന് വരും. 8 ഇൻറ്റു 5 എത്രയാണ്? 14 എന്ന് വരും ആണോ? അപ്പോൾ 26 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എലമെന്റ് കിട്ടി. നമുക്ക് എന്താണ്? 26 എന്ന് കിട്ടി. ഓക്കെ ആണോ? അടുത്ത എലമെന്റ് 3 ഇൻറ്റു 14. 3 ഇൻറ്റു 14 എന്ത് വരും? 14 ഇൻറ്റു 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ 42. പിന്നെ 42 പ്ലസ് 10 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ എന്ത് വരും? 52 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരും? 52. അടുത്തത് എന്ത് വരും? 7 ഇൻറ്റു 14. അപ്പോൾ ഈ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാത്തവരൊക്കെ ആ വീഡിയോസ് പ്ലേലിസ്റ്റിലുണ്ട്. അതൊക്കെ പോയി കണ്ടിട്ട് വരിക. അടുത്ത എന്ത് വരും? 14 ഇൻറ്റു 7. 14 ഇൻറ്റു 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് വരും? 14 ഇൻറ്റു 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഇൻറ്റു 4 28 2 98. ഓക്കെ ആണോ? അപ്പോൾ 98 ഉണ്ട്. 98 മൈനസ് 20 എന്ന് വരും. ഓക്കെ ആണോ? അപ്പോൾ 98 മൈനസ് 20 എന്ന് വെച്ച് കഴിഞ്ഞാൽ 78. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ 26/26 എന്നാവും. ഇവിടെ എന്താവും? 52/26 എന്നാവും. ഇവിടെ എന്ത് വരും? 78/26 എന്നാവും. നമുക്ക് വരുന്ന ആൻസർ
26/26 1, 52/26 2, 78/26 3. നമുക്ക് ആൻസർ ആയി. അപ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? x = 1, y = 2, z = 3. ഇതാണ് കേട്ടോ സൊല്യൂഷൻ. ഐഡിയ കിട്ടിയോ? ഇപ്പോൾ കുറച്ച് പണിയൊക്കെ ഉണ്ട്. പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻവേഴ്സ് കാണുന്നിടത്താണ്. അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കി ചെയ്യുക, കൂടുതൽ എക്സാമ്പിൾസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ക്ലിയർ ആയി കിട്ടും കേട്ടോ. നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയ ആൻസർ ഇവിടെ എടുത്തു തരുന്നുണ്ട്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് x = 1. കാരണം എന്താ, ഈ എക്സിന്റെ സ്ഥാനത്താണല്ലോ നമുക്കിവിടെ 1 നടക്കുന്നത്. x = 1, y = 2, z = 3. ഇതായിരിക്കും നമ്മുടെ 3 സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? 3 സൊല്യൂഷൻ അല്ല, ഒറ്റ സൊല്യൂഷൻ. ഈ XYZ 1 2 3 എന്ന് പറയുന്ന കോർഡിനേറ്റ്സ് ആണോ? അങ്ങനെ 1 2 3 ഇതായിരിക്കും അപ്പോൾ സൊല്യൂഷൻ. ഓക്കെ, ക്ലിയർ?